ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു റെഡ്മി പോക്കോ ഷോമി ഡിവൈസിൽ എങ്ങനെയാണ് ബീറ്റ സോഫ്റ്റ്വെയർ കിട്ടുന്നതെന്നാണ്. അപ്പോൾ ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ്. നിങ്ങൾ ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ആദ്യം. അപ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾ ഫീഡ്ബാക്ക് ഉണ്ടാവും. ഫീഡ്ബാക്കിൽ ക്ലിക്ക് ചെയ്യുക. ഫീഡ്ബാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണും ബീറ്റ ടെസ്റ്റ് റിക്വയർമെൻറ്റ് ഫോർ ഇന്ത്യൻ സ്റ്റേബിൾ റോം. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനോട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് ഇവിടെ ലിങ്ക് ഉണ്ടാവും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ റീഡയറക്റ്റ് ആവുന്നതാണ്. ഇതാണ് സൈറ്റ്. ഞാൻ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാത്തിലും എസ് തന്നെ കൊടുത്താൽ മതി. അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും, അതിനകത്ത് എല്ലാത്തിലും എസ് തന്നെ കൊടുക്കണം. എന്നിട്ട് അവസാനം നിങ്ങളുടെ ഫോണോട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. അവിടെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് മോഡൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ബീറ്റ ടെസ്റ്റർ വെർഷന് റിലീസ് ആയിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഒരു കുറച്ച് നാൾ, ഒരു മാസം കഴിയുമ്പോൾ നോക്കി, ഒരു മാസം കഴിയുമ്പോൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ലിസ്റ്റ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വെർഷൻ, നിങ്ങളുടെ ഫോണിനായിട്ടുള്ള വെർഷൻ റിലീസ് ആവുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ബേസ്റ്റ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഡിവൈസ് റെഡ്മിയുടെ പാഡ് പ്രോ ആണ്. ഇപ്പോൾ പാഡ് പ്രോ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫോൺ മോഡൽ അല്ലെങ്കിൽ പാഡ് ആണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം. വൈഫൈ മോഡലിന് പ്രത്യേകം ചെക്ക് ചെയ്യണം. കാരണം ഇവിടെ ഈ പാഡ് പ്രോ അതിന് 5G വേർഷനും ഉണ്ട്, അതുപോലെ തന്നെ വൈഫൈ മോഡലും ഉണ്ട്. ഈ പാഡ് പ്രോ ഡിസിന്ന് എടുത്തുന്നുണ്ട്. ഇതാണ് വൈഫൈ മോഡൽ. നിങ്ങളുടെ ഡിവൈസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ കേസ് എൻ്റെ ഡിവൈസ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, റെഡ്മി പാഡ് പ്രോ ഡിസി. അപ്പോൾ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഉണ്ടാവും, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ MI ID വേണം. നിങ്ങൾക്ക് MI അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ MI ID അതിനകത്ത് നോക്കി വെക്കുക. എൻ്റെ MI ID ഞാൻ ഇപ്പോൾ എടുത്ത് കാണിക്കാം. ഇതിനകത്ത് നമ്മുടെ ഷവോമി അക്കൗണ്ട് ഉണ്ട്. ഷവോമി അക്കൗണ്ടിനകത്ത് നമ്മളുടെ MI ID ഇവിടെ കാണിച്ചു തരും. ഇതാണ് നിങ്ങളുടെ ഷവോമി MI ID. കൂടെ കാണുക, ഇതാണ് എൻ്റെ MI ID. അപ്പം അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, MI ID കോപ്പി ആയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ MI ID കോപ്പി ആവും. എന്നിട്ട് നിങ്ങൾ ബാക്ക് വരിക. എന്നിട്ട് നിങ്ങൾ എടുത്ത് വെച്ച ആ പേജ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക. ക്രോമിലാണ് അത് ഓപ്പൺ ആവുന്നത്. എന്നിട്ട് അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ എൻ്റർ ആയിട്ടുണ്ട് അത്. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് വെക്കുക. എന്നിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, Are all the above information filled honestly? Do you meet the necessary requirement for being a MI tester for Indian stable ROM? നിങ്ങൾ യെസ് കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. സക്സസ്ഫുള്ളി അപ്ലൈ ഫോർ ക്ലോസ്ഡ് ബെറ്റ യൂസർ പെർമിഷൻ. പ്ലീസ് വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ അപ്രൂവൽ. താങ്ക് യു. അപ്പോൾ നമുക്കിനി ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുന്നതാണ്. പക്ഷേ അത് ബീറ്റയാണ്, അതിനകത്ത് കുറേ ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് നോക്കി അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ കേസ് ഇങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യണത്. അപ്പോൾ നമുക്കിനി നോർമലി സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ അപ്ഡേറ്റ് വരും. കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു 2 days, ചിലപ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ കിട്ടും അപ്ഡേറ്റ് റിലീസ് ആയിട്ടുണ്ടെങ്കിൽ. കേസ് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. താങ്ക് യു.